അടിപൊളി പാലക് പനീർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം, പാലക്ക് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലക്ക് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും 2-3 പ്രാവശ്യം കഴുകി സോഫ്റ്റ് ആൻഡ് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ പാലക്കെല്ലാം പൊടിഞ്ഞു പോകും. പാലക്ക് ഇതിലേക്ക് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നമുക്കേ കൊടുക്കാം. ഫുള്ള് വെള്ളത്തിൽ മുങ്ങണം. ഒരു 2 മിനിറ്റ് ഇതിൽ കിടന്നാൽ മതി. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുത്തിട്ട് തണുത്ത ചില്ലിൻ്റെ വെള്ളത്തിൽ വേണം ഇടാൻ. നല്ല തണുത്ത വെള്ളം. അതിൻ്റെ കളർ അങ്ങനെ തന്നെ ഇരിക്കും. ഒരു ശകലം പോലും കളർ പോകത്തില്ല. ഞാനിവിടെ തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണം നമുക്കിത് ഇടാൻ. ഈ തണുത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റ്സ് ഈ തണുത്ത വെള്ളത്തിൽ കിടക്കട്ടെ. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കണം. നമ്മുടെ പാലക്ക് അരച്ച് വന്നിട്ടുണ്ട്. നോക്കി അതിൻ്റെ കളർ നല്ല പച്ച കളറ്. വെള്ളമൊന്നും ഒഴിക്കാല്ല ഇതിൽ. ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. കണ്ടോ? അരയ്ക്കാനെടുത്ത് അതിലേക്ക് നമുക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില, ഇത്രയും ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. മീഡിയം ടൊമാറ്റോയാണ്. നമുക്കതൊന്ന് മിക്സർ ജാറിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി അധികം ഇടണ്ട. ഒരു കഷ്ണം ഇഞ്ചി മതി. ഒരു 10 കാഷ്യൂനട്ട് ഉണ്ട്. ഞാൻ ശകലം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇത് വെള്ളം ഒഴിക്കേണ്ട. ടൊമാറ്റോയുടെ വെള്ളം കൊണ്ട് തന്നെ ഇത് അരഞ്ഞു വരും. ഞാൻ ഇത് അരച്ചിട്ട് വരാം. 3 ടേബിൾ സ്പൂൺ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു പിഞ്ച് കായം. ലോ ഫ്ലെയിമിൽ വെക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ഓണിയൻ, മീഡിയം സൈസ് ഓണിയൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി തന്നെ നല്ല ബ്രൗൺ കളറായിട്ട് കരിഞ്ഞു പോകരുത്. ഒരു ബ്രൗൺ കളറായി വരണം, അത്രമാത്രം മതി. അതിലേക്ക് നമുക്കിനി ടൊമാറ്റോ പ്യൂരി, കാഷ്യൂനട്ടും ഇഞ്ചിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്. നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വയ്ക്കാം കുറച്ച് നേരത്തേക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നല്ല കളറല്ലേ. പാലക്ക് ഓൾറെഡി നമ്മൾ വേവിച്ചതാ. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ആണെങ്കിലും നമുക്ക് അധികം ഗ്രേവി വേണ്ട. ചോറിനൊക്കെ ആണെങ്കിൽ ശകലം ലൂസായിട്ടുണ്ടാകണം ഗ്രേവി. നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് അരച്ച പാത്രം തന്നെ കഴുകി വെള്ളം എടുത്ത് അതിനകത്തിലോട്ട് തന്നെ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഇടാൻ നമുക്ക് ഉപ്പ്. ഇന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് 400 ഗ്രാം പനീറാണിത്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പനീർ ഇട്ടിട്ട് നമ്മൾ ഒത്തിരി വേവിക്കരുത്, പനീർ കട്ടിയായി പോവും. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ക്രീം എടുത്തിട്ടുണ്ട്. നമുക്ക് ക്രീം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കൂട്ടാൻ. കണ്ടില്ലേ, നമുക്ക് ക്രീം ഒഴിച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ, ഒരു പീസ്, ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ഇട്ടാൽ മതി. ഇതൊക്കെ ചേർത്തിട്ടുണ്ട് മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു കുറച്ച് നേരം അടച്ചു വയ്ക്കാം.
കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ദേശീയ ഗീയാണ്. ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂക്കണം. നമ്മുടെ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു ശകലം കാശ്മീരി ചില്ലി ഇടാം. നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ്. അടിപൊളി പാലക് പനീർ റെഡി. ഓക്കെ, ശകലം കസൂരി മെത്തിയ. ഇത് ഞാൻ വറുത്തതാണ്. ഇത് നമുക്ക് കൈ വെച്ചൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇടാം. ഫ്ലേവറിന് വേണ്ടിയാണ്. അടിപൊളി പാലക് പനീർ.